ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉച്ചത്തേക്ക് ബീഫ് കറി ഉണ്ടാക്കണം കേട്ടോ. അത് നമുക്ക് വീട്ടിലേക്കല്ല, ഷാജേട്ടന് കർമ്മയ്ക്ക് കച്ചവടത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ണൻകുട്ടി വളാഞ്ചേരി പോയിട്ടാണ് സാധനങ്ങളൊക്കെ അവനാട്ടോ രാവിലെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവരാറ്. അത്യാവശ്യ സാധനങ്ങൾക്കൊക്കെ അവനാണ് വിടാറ്. അപ്പോൾ അവൻ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കറക്റ്റ് ഓർമ്മിച്ച് കൊണ്ട് തരും. അങ്ങനെ ലിസ്റ്റ് എഴുതി കൊടുക്കണമൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ലിസ്റ്റ് എഴുതി കൊടുക്കണ്ടുള്ളൂ, ഇല്ലെങ്കിൽ ആൾ ഓർമ്മിച്ചിട്ട് ഒക്കെ കൊണ്ടു തരാറുണ്ട് കേട്ടോ. അങ്ങനെ സാധനം വാങ്ങാൻ പോവാറ് കണ്ണൻകുട്ടിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബീഫ് കറി കൊണ്ടുപോകണം. 2-3 കസ്റ്റമർ വന്നിട്ട് നമ്മുടെ കപ്പ ബീഫ് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഏതായാലും ഇന്നത് കൊണ്ടുപോവാം, സൺഡേ അല്ലേ. അപ്പം ഇന്ന് ആൾക്കാർ വരും, കസ്റ്റമർ വരും. തിരക്കുള്ള ദിവസമാണ് കർമ്മയിലെന്ന്, ഒരുപാട് ഫാമിലീസ് വരുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ അവൻ കൊണ്ടുവന്ന് ബീഫും നമ്മുടെ പച്ചക്കറി ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ അതാത് പാത്രങ്ങളിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ബീഫ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സുറുക്കയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഉളുമ്പുമണം മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളി സവാളയും കൂടെ കേട്ടോ. ചെറിയുള്ളി ഞാൻ എത്ര മെനക്കെട്ടാലും മീറ്റ് ഐറ്റംസിലേക്ക് ഞാൻ പറ്റണ പോലെ ഞാൻ അത് ആണ് കൂടുതൽ എടുക്കാൻ നോക്കുക. അപ്പോൾ അതും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ നേരെ. അല്ലെങ്കിൽ എനിക്ക് എന്താ വെച്ചാൽ അത് പെട്ടെന്നൊരു തലേ ദിവസമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ പെട്ടെന്ന് രാവിലെ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് അപ്പം വെച്ച് ഇരുന്ന് ഉണ്ടാക്കേണ്ടി വന്നത്. പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല. അതെല്ലാം കൂടെ ഒന്നും കൂടെ ഞാൻ ചൂടാക്കും. ഓൾറെഡി വറുത്ത് വെച്ച സംഭവമാണെങ്കിൽ കൂടെ ഒന്നും കൂടെ ഞാൻ ചൂടാക്കിയിട്ട് നമ്മുടെ മീറ്റൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും ഇത്തിരി പച്ചവെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഒഴിച്ചിട്ട് അത് നല്ലോണം തിരുമ്മി പുരട്ടി വയ്ക്കും. ഞാൻ ചിലപ്പോൾ ഒക്കെ സമയമൊക്കെ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ പുരട്ടി വെക്കാറുണ്ട്. ഇന്ന് നമുക്കതിനുള്ള ടൈം കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ ഷാജേട്ടന് പോണതിൻ്റെ മുന്നേ ഈ കാര്യങ്ങൾ റെഡി ആക്കുകയും വേണം, പിന്നെ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണമല്ലോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് നേരം വരെ സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനതൊക്കെ കുക്കറിലേക്ക് മാറ്റിയിട്ടോ. ഈ കുക്കർ എപ്പോൾ ഞാനത് ഗ്യാസിൽ വെക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു പണി തരാറുണ്ട് അത്. അപ്പോൾ അതൊന്ന് മുറുക്കാനും തിരിക്കാനൊക്കെ വെച്ചിട്ട് നോക്കണം. അപ്പോൾ ആ സമയം വെച്ചിട്ട് സ്ക്രൂ ഭയങ്കര ലൂസായി പോകും. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നമ്മുടെ ബീഫ് അടുപ്പത്ത് വെച്ച് വിസിലടിച്ചിട്ട് ഒരു 6 വിസിലായപ്പോഴേക്കും അത് റെഡിയായി കേട്ടോ. ഇനി അത് വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി വെച്ച് പാകത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക കൂടെ ഇട്ട് പൊട്ടിച്ചു. പിന്നെ നമ്മുടെ ചെറുള്ളി സവാളയും കൂടെ അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ലേശം കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അതാവുന്ന സമയം കൊണ്ട് പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ല. അപ്പോൾ ഒരു കയ്പ്പരിക്കുന്നുണ്ടായിരുന്നു, അന്നാൾ കൊണ്ടുവന്നതിൻ്റെ ഒരെണ്ണം ബാക്കിയാണ്. ഇവിടെ ഞാനും കണ്ണൻകുട്ടിയും ഷാജേട്ടനും മാത്രമേ കയ്പ്പഞ്ഞുപ്പേരി കഴിക്കുള്ളൂ. പൂജട്ടിക്ക് അത് തൊടുകയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരെണ്ണം ഞാൻ ഇതണ്ട് കഴിയുമ്പോഴേക്കും അതും കൂടെ ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, റേഷനരി ആയതുകൊണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഇങ്ങനെ എക്സ്ട്രാ ഒരു പണിയെടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പായസമായി പോവും. അത് കാരണം ഞാൻ ആ കാര്യമൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിന്ന് ചായക്ക് പുട്ടും പിന്നെ എന്തായിരുന്നു മീൻകറിയൊക്കെ ആയിരുന്നു കേട്ടോ. തലേ ദിവസം മീൻകറിയായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ചോറും ആയി. നമ്മുടെ വണ്ടിയിലേക്കുള്ള പാത്രങ്ങൾ കഴുകി സെറ്റാക്കി, അടിച്ചോറിലും കാര്യങ്ങളൊക്കെ പൂജുട്ടിയാണ്, ഇതൊക്കെ പൂജുട്ടി സെറ്റാക്കി വെച്ചു. അപ്പോൾ എനിക്ക് പിന്നെ ബീഫ് കറി റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാജേട്ടനെ പെട്ടെന്ന് നേരത്തെ വിടാം അവർക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോഴേക്കും ചെറുള്ളിയും സവാളയൊക്കെ മൂത്ത് ഒരു പകുതി മൂപ്പായപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകമാണ് കേട്ടോ, ഇത് 3 കൂടെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തു. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളിയും പച്ചമുളകും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടി വരാം. നമ്മൾ തക്കാളി നല്ലോണം വെന്തുടഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കി ഇനിയിപ്പോൾ പൊടി ഇനി ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് വെന്ത ബീഫ് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ഉടയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഞാൻ അപ്പോഴേക്കും നമ്മുടെ ആ കയ്പ്പയ്ക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ചധികം കുരുമുളക് പൊടി ഈ ബീഫിൽ ഞാൻ കുറച്ചധികം കുരുമുളക് പൊടി ഇടും. ഇനിയിപ്പോൾ കച്ചവടത്തിനാണ്, എന്നോട് എല്ലാവരും പറയും കച്ചവടത്തിനാണെങ്കിൽ എന്തിനാ ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യണ പോലെ ചെയ്യണമെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കണേ അതുപോലെയാണ് കേട്ടോ ബീഫും കാര്യങ്ങളും നമ്മുടെ കച്ചവടത്തിനായാലും കൊടുത്തയക്കാറ്. അതിലിപ്പോൾ ചെറുള്ളി ഇട്ടു നഷ്ടം അങ്ങനെയൊന്നും നമ്മൾ നോക്കാറില്ല. എന്നുവെച്ചാൽ നമ്മളും അതാ കഴിക്കുന്നത്, നമ്മുടെ കുട്ടികളും അതാ കഴിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അതിലിപ്പോൾ കുറച്ച് ചെറുള്ളി ഏറിയെന്ന് വെച്ചിട്ട് അതിലൊരു ലാഭമില്ല, നഷ്ടം കിട്ടാൻ ഞാൻ നോക്കിയിട്ട് എനിക്കതിൽ വലിയ ലാഭമൊന്നും കാണാനില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ ബീഫ് ഫ്രൈക്കൊക്കെ നല്ല അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടി പിന്നെ ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്താക്കി വെച്ചാൽ കുറച്ച്
മല്ലിച്ചപ്പും കൂടെ, മല്ലിച്ചപ്പില്ലാത്തൊരു ബീഫ് ആലോചിക്കാൻ എനിക്ക് വയ്യ. അപ്പം മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 2-3 കയ്യിൽ മാറ്റി വെച്ചു കേട്ടോ. വീട്ടിലേക്കുള്ളത് ബാക്കി ആ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കച്ചവടത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ചേ കൊണ്ടുപോകുന്നുള്ളൂ. എന്താ വെച്ചാൽ ഒരുപാട് കൊണ്ടുപോയിട്ട് നമ്മളിപ്പോൾ കുറച്ചായിട്ട് നിർത്തി വെച്ചോണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ അവിടെ കിടക്കണ ഇപ്പോൾ ഇതൊരു 3-4 ഒരു ഇവിടെ പാത്രം മോറലൊരു ചടങ്ങാണ്, ഒരുപാട് ഉണ്ടാവും കേട്ടോ. ഞാൻ മാക്സിമം 1-2 പാത്രം കൊണ്ട് യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ നോക്കണ ആളാണ്. എന്നാലും പാത്രങ്ങൾ ഉണ്ടാവും. അത് അപ്പപ്പോൾ ഞാൻ കഴുകി വെക്കണോണ്ട് പിന്നെ അതൊരു പണിയായിട്ട് കാണുമ്പോൾ തോന്നില്ല വീഡിയോയിൽ, പക്ഷേ ചെയ്യണവർക്ക് അതൊരു വലിയ പണി തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാവും. അടുക്കളയിൽ ഈ പാത്രം മൂറ എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങ് തന്നെയാവും. പിന്നെ ഞാനൊരു കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ കാച്ചാന്ന് വിചാരിച്ചു. കണ്ണൻകുട്ടിക്ക് പപ്പടം നല്ല ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഈ ബീഫിലേക്ക്, ഈ ഒരു ബീഫ് കറിക്ക് പപ്പടം കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അതും കൂടെ കാച്ചിയെടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ എക്സ്ട്രാ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനി നാളെ വല്ല മീൻ വറുക്കുകയോ ഉപ്പേരി വയ്ക്കുകയോ ചെയ്യുമ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിച്ചപ്പോൾ എന്തോ ഒരു അന്തം മറിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചതാണ്. പിന്നെ നമ്മുടെ ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ട് ചെറിയുള്ളി വെളുത്തുള്ളിയും കൂടെ കുത്തിയതാണ്, അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തു, വേപ്പില ഇട്ട് കൊടുത്തു. അത് മൂക്കുമ്പോൾ നമ്മുടെ കൈപ്പങ്ങ അതിലിട്ട് കൊടുത്തു കേട്ടോ. വെള്ളം ഒന്നും ചേർക്കാണ്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ മുരുന്നനെ ഒരു ബ്രൗൺ കളർ ആവണ വരെ ഇങ്ങനെ മൂപ്പിച്ചിട്ട് ആക്കി ആ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റാണ്. ഫുഡൊക്കെ ആയിട്ട് നമ്മളത് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അടുക്കളയിൽ തന്നെ, അവിടെ അടുക്കളയുടെ കിച്ചൺ ടാബ് അവിടെ തന്നെയാണ് വെക്കാറ്. പക്ഷെ എന്താ അറിയോ, ഇപ്പോൾ ഒരു കുനിയൻ പറഞ്ഞിട്ടൊരു ഉറുമ്പുണ്ട്, എനിക്കതിനെ കാണണത് കലയാ. എങ്ങനെ തുടച്ചിട്ടാലും എങ്ങനെ വൃത്തിയാക്കിയിട്ടാലും ഈ ഉറുമ്പ് എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് വരും, ചുമരുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പേടിച്ചിട്ട് ഞാനതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ നമ്മുടെ അവിടെയൊക്കെ വൃത്തിയാക്കുകയാണ്. എല്ലാം അവിടെ തുടച്ചിട്ടു. ഓൾറെഡി ക്ലീനിങ് രാവിലെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കള കുക്ക് ചെയ്ത ഭാഗവും എണ്ണയും ഇതൊക്കെ വീണതുണ്ടാവില്ലേ, അതൊക്കെ തുടച്ച് അടിപൊളിയാക്കിയിട്ടു കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് ഹോസ്പിറ്റലിലേക്കാണ്. എനിക്ക് ഈ കുറച്ച് 2 ദിവസമായിട്ട് ഇങ്ങനെ ഒരു അലർജിയുടെ പ്രശ്നമുണ്ട്. എനിക്കിപ്പോൾ ആയിട്ട് അലർജിയുടെ പ്രശ്നമുണ്ട്. ഒരു പൊടി തട്ടിയാൽ എനിക്കിങ്ങനെ മേലൊക്കെ ഇങ്ങനെ ഒരു ഒമച്ചിൽ പോലെ തണർപ്പ് പോലെയൊക്കെ വരും. അതിങ്ങനെ കാര്യമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും രാത്രിയിലൊക്കെ. പിന്നെ ഇങ്ങനെ ഒരു ശ്വാസതക്കട് വരും. അപ്പോൾ ഈ അലർജി കൂടുമ്പോഴാണ് അത്ര അതുണ്ടാവുക. വിശപ്പും കൂടുന്നുണ്ട്. ഇതൊന്നും ഞാൻ കാര്യമായിട്ട് ഞാനും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വിശപ്പിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ പിന്നെയാണ് ഇത് ആലോചിച്ചത്. അപ്പോൾ പിന്നെ എന്തായാലും ഷാജേട്ടൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിച്ചോ നോക്കാമെന്ന്. പിന്നെ ഇങ്ങനെ ഒരു തലചുറ്റലും ഒരു ക്ഷീണം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാര്യമാക്കിയിട്ടില്ല, ഈ ഒരു അലർജിയുടെ കാണിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ഉള്ളൂ, സൺഡേ ഉണ്ട്, എന്തായാലും വീട്ടിൽ നിന്ന് കാണിച്ചോളാൻ പറഞ്ഞു, നാളേക്ക് വെക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും പൂജുട്ടിയും കണ്ണൻകുട്ടിയോട് പോയത് കേട്ടോ ഓട്ടോയിൽ. അവിടെ ചെന്ന് BP നോക്കിയപ്പോൾ BP നല്ലോണം ലോ ആണ്, 80ൻ്റെ താഴെയുള്ളൂ. അപ്പോൾ അവർ ഗ്ലൂക്കോസ് കയറ്റി കിടത്താനൊക്കെ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മോന് വീട്ടിലാന്നൊക്കെ പറഞ്ഞിട്ട് തടി തപ്പിയതാട്ടോ. അവിടെ ഇനിയിപ്പോൾ അത് അങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു കാര്യം എനിക്കുണ്ട്, എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ. അതിന് മാത്രം ഒരു അങ്ങനെ എനിക്ക് പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോഴേ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഞാൻ പോവാറുള്ളൂ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ BP കുറഞ്ഞതിൻ്റേതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നണില്ല. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് BP ലോ ആവാറുണ്ട് കേട്ടോ. ആകെ ഒരു പ്രശ്നം വരിക ഈ BP ലോ ആവണത് മാത്രം, അല്ലാത്ത അസുഖങ്ങളൊന്നും അധികമായിട്ട് വരാറില്ല. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അതിനുള്ള മരുന്ന് 3 ദിവസത്തെ മരുന്നൊക്കെ തന്നിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഇവിടെ മെഡിസിൻ്റെ അവിടെ അതൊക്കെ മേടിച്ചു കേട്ടോ. കുറച്ച് പൈസയേ ആയുള്ളൂ, ഒരുപാട് മരുന്നൊന്നുമില്ല. അതന്നെ വലിയ പൂക്കാട്ടിരിയുള്ളൊരു ഹോസ്പിറ്റലാട്ടോ. അതിൻ്റെ പേരും ഞാൻ മറന്നുപോയി. ഹൽഫ ഹോസ്പിറ്റലാണേ. അവിടെ നല്ല ഡോക്ടേഴ്സുമാണ്, സിസ്റ്റർമാരായിക്കോട്ടെ എല്ലാവരും നല്ല എനിക്കിഷ്ടമായ ഒരു ഹോസ്പിറ്റലാണ്. ഞങ്ങൾ വിനോദ് ഡോക്ടറായിരുന്നു കേട്ടോ എന്തുണ്ടെങ്കിലും കാണിക്കുക. ഇന്നിപ്പോൾ സാറ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയതാട്ടോ. 2ാമത്തെ പ്രാവശ്യം അങ്ങനെ പോണ്. സാറ് ലീവാണ്, സൺഡേ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടാ പോവുക. പൂജയാണ് ഗൈസ്, ഞങ്ങൾ വാതിലൊക്കെ തുറക്കണമാണ് ഗൈസ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറി കയ്യും കാലൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. നമ്മുടെ ബീഫും ചോറും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളിന്ന് ഫുഡ് കഴിക്കാതിരിക്കുകയെന്ന് വിചാരിച്ചപ്പോൾ അപ്പോഴേക്കും ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മണി ഏകദേശമായി. അപ്പോൾ വന്നപ്പോൾ നേരെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു. 3 ആൾക്കും കൂടെ ഫുഡൊക്കെ എടുത്ത് വിളമ്പി വെച്ചു. പൂജുട്ടി എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ട്, ഞാനും തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്നൊക്കെ ഓർമ്മയില്ല, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മോൾക്ക് പക്ഷാഭേദം കാണിക്കണ്ട എന്നൊക്കെ ഞാൻ പറയുന്നത് തോന്നുന്നു. കൂടുതൽ വിളമ്പുമ്പോൾ നിങ്ങൾ പറയും മോൾക്ക് എന്താ കുറച്ച് വിളമ്പിയെന്ന് ചോദിക്കും, മോൾക്ക് കുറേ ഉണ്ട് എന്നൊക്കെ എന്തൊക്കെയോ അവിടെ നിന്നിട്ട് തൊള്ള വെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റും. ഞാനും പറയുന്നുണ്ട് ശരി അങ്ങനെ പറയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നീ കുറച്ചിടാന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ചിരിക്കണത് അതുകൊണ്ടാണ് കേട്ടോ.
അവൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പപ്പടം വെക്കണ്ട അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ കിളി പോയിട്ട് കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണിന് ബീഫ് കറി ഉണ്ട്. നമ്മുടെ കർമ്മയ്ക്ക് കൊണ്ടുപോകാനാന്ന് ആണ് കേട്ടോ നമ്മൾ നിർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് പപ്പടം, പിന്നെ ഇത് എന്താണ് കൈപ്പങ്ങപ്പേരിയും പപ്പടവും ഇത് കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാൻ. സീ യു.